ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന കെ.പി. ഗോപകുമാറിന് സ്മരണാഞ്ജലി. കെ.പി. ഗോപകുമാർ ഓർമ്മയായിട്ട് 6 വർഷം തികയുന്നു. സാന്ത്വനത്തിൽ അനുസ്മരണം. ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന കെ.പി. ഗോപകുമാറിന് സ്മരണാഞ്ജലി. റിട്ടയേർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ, ചേർത്തല നഗരസഭ 11-ാം വാർഡ് അരുണാഞ്ജലി വീട്ടിൽ കെ.പി. ഗോപകുമാർ ഓർമ്മയായിട്ട് 6 വർഷം. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന കെ.പി. ഗോപകുമാർ IRS ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. വിശപ്പുരഹിത ചേർത്തല എന്ന ആശയം നടപ്പാക്കാൻ ഏറെ പ്രവർത്തിച്ചിരുന്നു. സാന്ത്വനം ഓഫീസിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സാന്ത്വനം ചെയർമാൻ അഡ്വക്കേറ്റ് കെ. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലുടനീളം ഇതുവരെ നടത്തുന്നത് വെച്ച് ഒരു മികവാർന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയാണെന്നുള്ളത് കേരള സംസ്ഥാന നിയമസഭയ്ക്കകത്തടക്കം റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാർക്സിസ്റ്റുകൾ മനുഷ്യസ്നേഹികളാണ് എന്നത് ബേസ്ഡാണ്. ഇതിനായിട്ട് ഏർപ്പെടാൻ തയ്യാറായപ്പോഴാണ് അതിനെ അംഗീകരിച്ചുകൊണ്ട് മറ്റ് പരസ്യങ്ങളുണ്ട് അതിന് തയ്യാറായി. സെക്രട്ടറി ബി. വിനോദ് സ്വാഗതം പറഞ്ഞു. NR ബാബുരാജ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, പി. ഷാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വനം പ്രവർത്തകരും കെ.പി. ഗോപകുമാറിന്റെ കുടുംബാംഗങ്ങളും അനുസ്മരണ യോഗത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. 300ഓളം കിടപ്പുരോഗികൾക്ക് ഉച്ചഭക്ഷണ സ്പോൺസർഷിപ്പ് തുകയും സാന്ത്വനത്തിന് കുടുംബാംഗങ്ങൾ കൈമാറി.